നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. രണ്ടായിരത്തി 23-24 വർഷത്തെ മാതൃകാപരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള എക്സലൻസി അവാർഡ് തിരുവനന്തപുരം അതിരൂപതയ്ക്ക്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം മെയ് 11 എറണാകുളം നോർത്ത് പറവൂർ ടൗൺ ഹാളിൽ നടന്നു. പറവൂർ ജർമൈൻസ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച റാലി E.T. ടൈസൺ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ഉദ്ഘാടനം ചെയ്തു. KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. 2023-24 വർഷത്തെ മാതൃകാപരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള എക്സലൻസി അവാർഡ് തിരുവനന്തപുരം അതിരൂപത കരസ്ഥമാക്കി. അതിരൂപത RC സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ഡൈസൺ വൈറ്റ്, ടീച്ചേഴ്സ് ഗിൽഡ് അംഗങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ലീഡ് ഓൺ KCYM സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് തിരുവനന്തപുരം അതിരൂപതയിൽ. കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകുമുള്ള ക്രൈസ്തവ യുവത്വത്തിനായി KCYM സംസ്ഥാന സമിതി നേതൃത്വം നൽകുന്ന ലീഡ് ഓൺ നേതൃത്വ പരിശീലന ക്യാമ്പിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആതിഥേയത്തിൽ വെള്ളയമ്പലം ജൂബിലി മെമ്മോറിയൽ ആനിമേഷൻ സെന്ററിൽ ആരംഭം കുറിച്ചു. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും തണലുകൾ തീർക്കുവാൻ, നേതൃത്വ പാഠവുമുള്ള യുവജനങ്ങളെ വാർത്തെടുക്കുവാൻ, പുതിയ കാലത്തിൻ്റെ നാൾ വഴികളിൽ ഇന്നലകളേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ, കർമ്മപാതയിൽ ക്രിസ്തുവിനെ അടുത്തനുകരിക്കാൻ സഹായിക്കുന്ന നേതൃത്വ പരിശീലന ക്യാമ്പ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാനും KCBC യുവജന കമ്മീഷൻ ചെയർമാനും കൂടിയായ ക്രിസ്തുദാസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു. 2025 ജൂബിലി വർഷം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ഫ്രാൻസിസ് പാപ്പ. 2025 ആണ്ടിൽ കത്തോലിക്ക സഭ ജൂബിലി ആഘോഷം നടത്താനിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ഫ്രാൻസിസ് പാപ്പ. കത്തോലിക്ക പാരമ്പര്യപ്രകാരം 2024 ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനമായ മെയ് 9 വ്യാഴാഴ്ചയാണ് പ്രഖ്യാപനം നടന്നത്. സഭയിലൂടെ തൻ്റെ ജനത്തെ നയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും അവൻ നൽകുന്ന രക്ഷയിലുള്ള ഉറപ്പും പ്രത്യാശയും ആഘോഷിക്കുന്ന പ്രത്യേക അവസരമായിരിക്കും 2025 ജൂബിലി വർഷം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തോടെയാണ് ആരംഭിക്കുന്നത്. പ്രത്യാശ ഏവരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പാപ്പ ജൂബിലിയുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഈ ലേഖനത്തിൽ എഴുതി. ഇറ്റാലിയൻ സമയം വൈകുന്നേരം 5:30 വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയുടെ മുൻവശത്താണ് ഇതുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ വച്ച് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളുമായി ബന്ധപ്പെട്ട 2-ാം സായാഹ്ന പ്രാർത്ഥന നടന്നു. ഫ്രാൻസിസ് പാപ്പയാണ് പ്രാർത്ഥനകൾ നയിച്ചത്. ഫെറോന തല യുവജന വർഷത്തിന് തുടക്കം കുറിച്ച് 5-അംഗ ഫെറോന സമിതി. കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകുമുള്ള ക്രൈസ്തവ യുവത്വം ആപ്തവാക്യം മുൻനിർത്തി ഫെറോന തല യുവജന വർഷത്തിന് തുടക്കം കുറിച്ച് 5-അംഗ ഫെറോന സമിതി. KCYM 5-അംഗ ഫെറോന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അരയതുരുത്തി ഇടവകയുടെ ആതിഥേയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഫെറോന തല യുവജന വർഷാരംഭവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും അന്നമായി എന്ന കാരുണ്യ പ്രവർത്തനവും ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുതുക്കുറിച്ചി ഫെറോന സാമൂഹ്യ ശുശ്രൂഷ. മാറുന്ന കാലത്തിനനുസരിച്ച് സ്ത്രീകൾ ശക്തിപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പുതുക്കുറിച്ചി ഫെറോനയിൽ വിവിധ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഫെറോന സാമൂഹ്യ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം മെയ് 6 മുതൽ 10 വരെ സെൻറ്റ് ആൻഡ്രൂസ് പാരിഷ് ഹാളിൽ നടന്നു. പരിശീലന പരിപാടി പുതുക്കുറിച്ചി ഫെറോന കോർഡിനേറ്റർ ഫാദർ പോൾ ജി ഉദ്ഘാടനം ചെയ്തു. ക്ലാസുകൾക്കും പ്രായോഗിക പരിശീലനത്തിനും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വനിതകളാണ് നേതൃത്വം നൽകിയത്. ഫെറോനയിലെ ചൈൽഡ് പാർലമെൻറ്റ് കുട്ടികൾ, സ്വയം സഹായ സംഘങ്ങളിലെയും KLM-ലെയും വനിതകൾ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.